ലോകത്തെ വിരലിലെണ്ണാവുന്ന മുൻനിര രാജ്യങ്ങൾ നേടിയെടുത്ത സാങ്കേതികവിദ്യയാണ് ഇന്ത്യയും സ്വന്തമാക്കിയിരിക്കുന്നത്. കൽക്കരിയും ഡീസലും ഇലക്ട്രിസിറ്റിയും കണ്ടുശീലിച്ച ഇന്ത്യൻ റെയിലിന് ഇനി ഹൈഡ്രജന്റെ കരുത്ത്, അതും ലോകത്തെ ഏറ്റവും വലിയ ഹൈഡ്രജൻ ട്രെയിൻ. ലോകത്ത് ഇതുവരെ ഓടുന്ന ഹൈഡ്രജൻ ട്രെയിനുകൾക്ക് 2 മുതൽ 4 വരെ കോച്ചുകൾ മാത്രമുള്ളപ്പോഴാണ് ഇന്ത്യ 10 കോച്ചുകളുള്ള ഒരു വമ്പൻ ട്രെയിൻ പുറത്തിറക്കിയിരിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹരിത വിപ്ലവത്തിന് ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ തുടക്കമായിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ രാജ്യത്തിന് സമർപ്പിച്ചു. പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ഈ ട്രെയിൻ പരിസ്ഥിതി സൗഹൃദ യാത്രകളുടെ ഒരു പുതിയ യുഗത്തിനാണ് തുടക്കമിടുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രം ഇനി ഈ ഒരു ദിവസത്തിന് മുൻപും പിൻപും എന്ന് രേഖപ്പെടുത്തും. ലോകത്തെ വിരലിലെണ്ണാവുന്ന മുൻനിര രാജ്യങ്ങൾ നേടിയെടുത്ത സാങ്കേതികവിദ്യയാണ് ഇന്ത്യയും സ്വന്തമാക്കിയിരിക്കുന്നത്. കൽക്കരിയും ഡീസലും ഇലക്ട്രിസിറ്റിയും കണ്ടുശീലിച്ച ഇന്ത്യൻ റെയിലിന് ഇനി ഹൈഡ്രജന്റെ കരുത്ത്, അതും ലോകത്തെ ഏറ്റവും വലിയ ഹൈഡ്രജൻ ട്രെയിൻ. ഹരിയാനയിലെ ജിന്ദ് ജംഗ്ഷൻ മുതൽ സോനിപത്ത് വരെയുള്ള 89 കിലോമീറ്റർ ദൂരമാണ് ആദ്യഘട്ടത്തിൽ ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത്. ദിവസേന 2 റൗണ്ട് ട്രിപ്പുകളിലായി ഏകദേശം 356 കിലോമീറ്റർ ദൂരം ട്രെയിൻ ഓടിയെത്തും. ഇന്ധനമായ വൈദ്യുതി സ്വയം ഉൽപ്പാദിപ്പിക്കുകയാണ് ട്രെയിൻ ചെയ്യുക. നമോ ഗ്രീൻ എന്ന് പേരിട്ടിരിക്കുന്ന ട്രെയിനിലുള്ള പ്രോട്ടോൺ എക്സ്ചേഞ്ച് മെംബ്രെയിൻ ഫ്യൂവൽ സെല്ലിലേക്ക് ഹൈഡ്രജനും അന്തരീക്ഷത്തിലെ ഓക്സിജനും കടത്തിവിടുമ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു. ഇതിലൂടെ വൻതോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് ട്രെയിനിൻ്റെ മോട്ടോറുകളെ ചലിപ്പിക്കുകയും ചെയ്യും. ഡീസലിനേക്കാൾ 3 ഇരട്ടി ഊർജ്ജ സാന്ദ്രതയാണ് ഹൈഡ്രജനുള്ളത്. ഇതിൻ്റെ ഒരേ ഒരു ബൈ പ്രോഡക്റ്റ് അഥവാ അവശിഷ്ടം വെറും ശുദ്ധമായ നീരാവിയും ചൂടും മാത്രമാണ്. അതായത് 0 എമിഷൻ, 100% പരിസ്ഥിതി സൗഹൃദം. ലോകത്ത് ഇതുവരെ ഓടുന്ന ഹൈഡ്രജൻ ട്രെയിനുകൾക്ക് 2 മുതൽ 4 വരെ കോച്ചുകൾ മാത്രമുള്ളപ്പോഴാണ് ഇന്ത്യ 10 കോച്ചുകളുള്ള ഒരു വമ്പൻ ട്രെയിൻ പുറത്തിറക്കിയിരിക്കുന്നത്. 2 ഹൈഡ്രജൻ ഡ്രൈവിംഗ് പവർ കാറുകളും 8 ട്രെയിലർ കോച്ചുകളും ട്രെയിനിൻ്റെ ഭാഗമാണ്. പവർ കാറുകൾ രണ്ടും 1200 കിലോവാട്ട് വീതം ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നു. അതായത് ഏകദേശം 3200 HP കരുത്ത്. ഒരേ സമയം 2600 യാത്രക്കാരെ വഹിക്കാൻ ശേഷിയുള്ള ട്രെയിനിന് മണിക്കൂറിൽ 110 കിലോമീറ്റർ വേഗത കൈവരിക്കാനാകും. എങ്കിലും നിലവിലെ റൂട്ടിൽ 75 കിലോമീറ്റർ വേഗതയിലായിരിക്കും ഈ ട്രെയിൻ സർവീസ് നടത്തുക. ട്രെയിൻ മാത്രമല്ല, ഇതിനാവശ്യമായ വമ്പൻ അടിസ്ഥാന സൗകര്യങ്ങളും ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ചു. ജിന്ദിൽ രാജ്യത്തെ ഏറ്റവും വലിയ റെയിൽവേ ഹൈഡ്രജൻ സ്റ്റോറേജ് ആൻഡ് റീഫ്യൂവലിംഗ് ഫെസിലിറ്റിയാണ് ഒരുക്കിയിരിക്കുന്നത്. 3000 കിലോഗ്രാം ഹൈഡ്രജൻ സംഭരിക്കാൻ ശേഷിയുള്ളതാണ് ഈ കേന്ദ്രം. ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ട് ഹൈഡ്രജനും ഓക്സിജനുമായി വിഘടിപ്പിക്കുന്നു. ഇത്തരത്തിൽ രൂപപ്പെടുന്ന ഹൈഡ്രജൻ സ്റ്റോറേജുകളിലേക്ക് മാറ്റുന്നു. ഈ ഹൈഡ്രജൻ കംപ്രസ് ചെയ്താണ് ട്രെയിനുകളിൽ ഇന്ധനമായി ഉപയോഗിക്കുക. ഇനി സുരക്ഷയുടെ കാര്യം. ഹൈഡ്രജൻ ചോർച്ചയോ പുകയോ മറ്റോ ഉണ്ടായാൽ സ്വയം സപ്ലൈ ഓഫ് ചെയ്യുന്ന അത്യാധുനിക സെൻസറുകളും ലോക്കോ പൈലറ്റിന് അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കാനുള്ള പ്രത്യേക എമർജൻസി മോഡും ട്രെയിനിലുണ്ട്. ജർമ്മനിയിലെ പ്രശസ്തമായ സുരക്ഷാ സർട്ടിഫിക്കേഷൻ ഏജൻസിയായ TUV SUDയുടെ സുരക്ഷാ സർട്ടിഫിക്കറ്റും നമോ ഗ്രീനിന് ലഭിച്ചിട്ടുണ്ട്. റിസർച്ച് ഡിസൈൻസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷനാണ് ട്രെയിനിൻ്റെ സാങ്കേതികവിദ്യ ഒരുക്കിയത്. മേധ സെർവോ ഡ്രൈവ്സ് ഇൻ്റഗ്രേഷൻ നടത്തി. ചെന്നൈയിലെ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി നിർമ്മിച്ച ട്രെയിൻ പൂർണ്ണമായും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ വിജയമാണ്. ജർമ്മനിക്കും ചൈനയ്ക്കും അമേരിക്കയ്ക്കും ശേഷം ഈ സാങ്കേതികവിദ്യ സ്വന്തമാക്കുന്ന ചുരുക്കം ചില രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഭാരതവും എത്തിയിരിക്കുന്നു. ഇനി നമ്മുടെ പൈതൃക റൂട്ടുകളായ കൽക്ക ഷിംല പാതകളിലേക്കും ഈ ഗ്രീൻ ട്രെയിനുകൾ ഉടനെത്തും. 2030 കാർബൺ ബഹിർഗമനം പൂർണ്ണമായി കുറയ്ക്കുക എന്ന ഇന്ത്യൻ റെയിൽവേയുടെ ലക്ഷ്യത്തിലേക്കുള്ള ചരിത്രപരമായ ചുവടുവെപ്പാണ് നമോ ഗ്രീൻ ഹൈഡ്രജൻ ട്രെയിൻ.